എല്ലാവർക്കും വണക്കം. വരയർപാടം യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ദ്രാവിഡരാര് എന്ന വീഡിയോയുടെ അവസാന ഭാഗം. ഇന്ത്യയിൽ തന്നെ ബ്രാഹ്മണരെ 2 തരമായി തിരിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. ഒന്നാമതായിട്ട് വടക്കേ ഇന്ത്യയിൽ ജീവിക്കുന്ന ബ്രാഹ്മണ സമൂഹങ്ങളെ പഞ്ചഗൗഡ ബ്രാഹ്മണരെന്നും, തെക്കേ ഇന്ത്യയിൽ ജീവിക്കുന്ന, അതായത് കേരളമടക്കം തമിഴ്നാട് ഒക്കെ വരുന്ന സദേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ മേഖലകളിൽ ജീവിക്കുന്ന ബ്രാഹ്മണ സമൂഹത്തെ പഞ്ചദ്രാവിഡ ബ്രാഹ്മണ സമൂഹമായിട്ടാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന ഒരു ബുക്സാണ് രാജതരംഗിണി എന്ന് പറയുന്നത്. അതായത് കാശ്മീരിലുള്ള 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കൽഹാന എന്ന് പറയുന്ന ബ്രാഹ്മണ സമൂഹത്തിനെ കുറിച്ചും ബ്രാഹ്മണ രാജാക്കന്മാരെ കുറിച്ചുമൊക്കെ തന്നെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എ ക്രോണിക്കൽ ഓഫ് ദി കിങ് ഓഫ് ദ കാശ്മീർ എന്ന് പറയുന്ന വോളിയം 1. ഇതിൽ പറയുന്ന ബ്രാഹ്മണ സമൂഹം എന്ന് പറയുന്ന പഞ്ചദ്രാവിഡ ബ്രാഹ്മണ സമൂഹം ആരൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ സരസ്വത ബ്രാഹ്മണർ, കന്യാഗുപ്ത ബ്രാഹ്മണർ, ഗൗഡ ബ്രാഹ്മണർ, ഉത്കല ബ്രാഹ്മണർ, മൈഥിലി അല്ലെങ്കിൽ മൈഥില ബ്രാഹ്മണർ എന്നറിയപ്പെടുന്നു. ഇതിലെ 1-2 പേരുകൾ പഞ്ചഗൗഡ ബ്രാഹ്മണരിലും ചേരുന്നുണ്ട്. പഞ്ചഗൗഡ ബ്രാഹ്മണർ ആരൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ കനോജി ബ്രാഹ്മണർ, കാമരൂപി ബ്രാഹ്മണർ, ഉത്കല ബ്രാഹ്മണർ, മൈഥിലി ബ്രാഹ്മണർ, ഗുർജാര ബ്രാഹ്മണർ എന്ന് പറയുന്ന ബ്രാഹ്മണരുകൾ പഞ്ചഗൗഡ ബ്രാഹ്മണരുകളായി അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ദ്രാവിഡർ എന്ന് പറയുന്ന പേര് ഇവിടുത്തെ തദ്ദേശ ജനതയെ കുറിക്കുന്നതല്ല എന്നും, മറിച്ച് അത് ബ്രാഹ്മണ സമൂഹത്തിനെ അടയാളപ്പെടുത്തുന്ന പേരാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ ഈ തെളിവുകൾ തന്നെ ധാരാളമാണ്. അതിന് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരനായിട്ടുള്ള രാഹുൽ ദ്രാവിഡ്, അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. മാത്രമല്ല ദ്രാവിഡ ബ്രാഹ്മണ മാട്രിമോണി എന്ന് ടൈപ്പ് ചെയ്താൽ ഏതൊക്കെ ടൈപ്പ് ബ്രാഹ്മണരെ അതിനുള്ളിൽ വരുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ദ്രാവിഡ ബ്രാഹ്മണ സഭകളുണ്ട്. ഇതെല്ലാം തന്നെ ബ്രാഹ്മണരെ കുറിക്കുന്നതാണെന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഇന്ന് തിരിച്ചറിയാൻ കഴിയാവുന്ന ഒന്നാണ്. നമുക്ക് സെർച്ച് ചെയ്താൽ കൃത്യമായി അതിന് ഉത്തരം കിട്ടും. അങ്ങനെ ഇരിക്കെ തന്നെ ഇവിടുത്തെ തദ്ദേശ ജനതകൾ അവരെ ദ്രാവിഡരെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണ സമൂഹത്തിന് അംഗമാക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ സ്വന്തം അടയാളത്തെ മറക്കുന്ന രീതിയിൽ ഇവിടുത്തെ തദ്ദേശ ജനതകൾ ദ്രാവിഡ ആചാരമെന്നും ദ്രാവിഡ സംസ്കാരമെന്നും ഒക്കെ തന്നെ നമ്മൾ വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ തന്നെ അടയാളത്തെ ഇല്ലാതാക്കുന്ന ഒരു തരത്തിലേക്കാണ് ഈ ജനത നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പലരും നമ്മുടെ കുറവർ സമൂഹത്തിൻ്റെ, അതുപോലെ തന്നെ വേടർ സമൂഹത്തിൻ്റെ, അങ്ങനെയുള്ള തദ്ദേശ ജനതകളുടെ ആരാധന കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ദ്രാവിഡ എന്ന് പറയുന്ന ആചാരം എന്നുള്ള പേരുകൾ ആവർത്തിച്ച് പറയുന്നതും പുതിയ തലമുറകൾ അത് പിന്തുടർന്നുകൊണ്ട് പോകുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ ജ്യോത്സ്യം പോലുള്ള, അതായത് നമ്മളെ നോട്ടം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ അസുഖത്തിൽ, മാനസികമായി ഉണ്ടാകുന്ന അസുഖത്തിൽ നിന്നും രക്ഷപ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ ദ്രാവിഡ ആചാരപ്രകാരമാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കെ ദ്രാവിഡ ആചാരമെന്ന, അല്ലെങ്കിൽ ദ്രാവിഡ ആചാരത്തിൻ്റെ പേരിൽ സർട്ടിഫിക്കറ്റ് വരെ വാങ്ങുന്നു എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകളിലും നമ്മളെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും, അതായത് ദ്രാവിഡരെന്ന് പറഞ്ഞ ബ്രാഹ്മണരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി നമ്മൾ തെളിവ് നിരത്തുമ്പോഴും ഇതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്ന നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ തീർച്ചയായും അവരെ അകറ്റി നിർത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ളവരാണ് വരുന്ന തലമുറയെ കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം തലതിരിഞ്ഞ ആൾക്കാർ നമ്മുടെ സമൂഹത്തിനുള്ളതിനാൽ എന്തെല്ലാം പ്രത്യാഘാതമാണ് വന്നു ചേരുന്നതെന്ന് നമുക്ക് നോക്കാം. മലനടകൾ. ഇന്ന് കേരളത്തിൽ ഒരുപാട് മലനടകളുള്ള സ്ഥലങ്ങൾ, ഇന്ന് പലതും ക്ഷേത്രങ്ങളായിട്ട്
ഇവിടെ എല്ലാം കുറവരുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള അപ്പുപ്പൻ സങ്കല്പമാണ്. അവരുടെ ദേവനെന്ന് പറയുന്നത് അപ്പുപ്പനാണ്. അപ്പുപ്പൻ സങ്കല്പത്തിലൂടെ നിലനിൽക്കുന്ന ഇടങ്ങൾ ഇന്ന് ശിവനായി മഹാവിഷ്ണുവായി ഒക്കെ ദേവസങ്കല്പത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ദേവപ്രശ്നമാണ്. ബ്രാഹ്മണ സമൂഹത്തിൻ്റെ നിയമങ്ങളിലേക്ക് കുറവർ സമൂഹം ചെല്ലുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മലനടകൾ, അപ്പുപ്പൻ സങ്കല്പത്തിൽ നിൽക്കുന്ന മലനടകൾ ക്ഷേത്രമായി മാറുന്നത്. ഈ ക്ഷേത്രമാവുന്നതോടെ നിലവിൽ നിന്നിരുന്ന അപ്പുപ്പനെ അവിടെ നിന്ന് ആ ആരാധന നടത്തുന്ന ആ സ്ഥാനം മാറ്റുകയും ആ അപ്പുപ്പൻ്റെ കോമ്പൗണ്ടിന് വെളിയിലേക്ക് ഏതെങ്കിലും മരത്തിന് ചുവട്ടിലോ അല്ലെങ്കിൽ ഒരു കല്ലും പുറത്തോ ഒക്കെ തന്നെ മാറ്റുന്ന ഒരു രീതി നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. ഏതൊരു ദേവനും കടന്നു വരുന്നതിന് വേണ്ടി അപ്പുപ്പൻ നിലവിൽ ഇരുന്ന സ്ഥലത്ത് മാത്രമേ ദേവന് കടന്നു വരാൻ സാധ്യത തന്നെ ദേവപ്രശ്നങ്ങളിൽ വരുന്നുള്ളൂ. ദേവപ്രശ്നം ചെയ്യുന്ന സമയത്ത് ആ ദേവപ്രശ്നം ചെയ്യാൻ കാരണമാവുന്നത് അപ്പുപ്പൻ്റെ ഒരു സ്ഥാനം അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ സ്ഥാനം ഉള്ളതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തിലേക്ക് ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ദേവാരാധനകൾ, അവരുടെ ആരാധനകൾ ആണ് കടന്നു വരുന്നതും നിലവിലുണ്ടായിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിലവിലുണ്ടായിരുന്ന അപ്പുപ്പൻ സങ്കല്പം അവിടെ നിന്നും പുറന്തള്ളപ്പെടുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇത്തരം രീതികളെ നമ്മൾ ദ്രാവിഡ ആചാരം എന്ന പേരിലേക്കാണ് നമ്മൾ തന്നെയാണ് അതിന് കാരണക്കാരായി മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ കാവ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥമൊന്നും അറിയാത്തത് കൊണ്ടും കാവ് എന്താണ് അവിടെ നടത്തുന്നത്, അതെന്താണ് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളതിന് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് കാവ് ഇതേപോലെ ക്ഷേത്രങ്ങളായി മാറുന്നത്. അവസാനം കാവ് അവിടെ ഉണ്ടാവില്ല, കാവ് എന്ന പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ പിന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങളായിട്ട് നമുക്കിന്ന് കാണപ്പെടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടെയൊക്കെ നടക്കുന്ന ആചാര രീതികൾ നമ്മൾ പ്രകൃതി ആരാധനയാണെന്ന് പലപ്പോഴും പലരും നമ്മുടെ സമൂഹത്തിൽ തന്നെ പറയാറുണ്ട്. എന്നാൽ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വെടിക്കെട്ട് പോലുള്ള ആചാര രീതികൾ നമ്മൾ കാണാം. വെടിക്കെട്ടെന്ന് പറയുന്നത് അത്രയും വലിയ ഒച്ചകൾ ഉണ്ടാകുമ്പോൾ പക്ഷിയും പ്രാണിയും ഒക്കെ തന്നെ അതിൻ്റെ ഉയിര് പേടിച്ചാണത് പറന്നു പോകുന്നതും അത് ചില്ലകളിലും മറ്റും ഒളിക്കുന്നതും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പ്രകൃതി ആരാധനയല്ല. പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയെ എല്ലാ ജീവജാലങ്ങൾക്ക് അന്നം ഊട്ടുന്നതും അതിനെ സംരക്ഷിക്കുന്നതുമായിട്ട് അതിനോടൊപ്പം ഇടകലർന്ന് ജീവിക്കുന്നതിനും വേണ്ടിയാണ് പ്രകൃതി ആരാധന എന്ന് നമ്മൾ സങ്കല്പമായി നമ്മുടെ അപ്പുപ്പൻ ആരാധനയിൽ വച്ചിരിക്കുന്നത്. ഇതിവിടെ പ്രകൃതിയെ അകറ്റി നിർത്തുന്ന രീതിയാണ്. അപ്പോൾ ഇത്തരം രീതികൾ നമ്മുടെ ഇടയിൽ നിന്നും കടന്നുകൂടുകയും അത് തുടർന്ന് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് തീർച്ചയായും മനസ്സിലാക്കിയത് മാറ്റേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ അപ്പുപ്പൻ ആരാധന എന്ന് പറയുന്നത് കുറവർ സമൂഹത്തിൻ്റെ ആരാധന. അതിൽ നിന്ന് ദേവപ്രശ്നങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് നമ്മുടെ അപ്പുപ്പൻ സങ്കല്പം അല്ലെങ്കിൽ അപ്പുപ്പൻ ആരാധന അവിടെ നിന്ന് മൺമറഞ്ഞു പോകുന്നു. അപ്പുപ്പൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് അതിനെ പറയുന്നതെന്ന് പറയുന്നത് തിരുക്കണിത വെറി പ്രശ്നം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് തിരുത്തപ്പെട്ട കണക്കുകൾ, നമ്മൾ സാധാരണ കണക്ക് പറച്ചിലാണ്, നമ്മുടെ അപ്പൂപ്പനോട് കണക്ക് പറയുന്ന രീതിയാണ് നമുക്കുള്ളത്. തിരുക്കണിതം കണക്കുകളെ തിരുത്തിക്കൊണ്ട് വെറി ആയിട്ടുള്ള, വെറി എന്ന് പറഞ്ഞാൽ നമുക്ക് സംഘം കൃതികളിൽ കാണാൻ കഴിയും. വേലൻ വെറിയാട്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വെറി ഉണ്ട്. വെറി എന്ന് പറയുന്നത് അവരെ ഉള്ളിലുള്ള ഒരു തരം അനുഭവമാണ്, തുള്ളി ഉറഞ്ഞുണ്ടാവുന്ന അവസ്ഥയാണ് വെറി എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ പലരുടെയും പ്രശ്നങ്ങൾ, മാനസികപരമായ പ്രശ്നങ്ങൾ അകറ്റുന്ന രീതിയാണ് വെറി പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിടയിൽ തന്നെ ധാരാളം ആൾക്കാർ ഈ പറയുന്ന പോലെ തന്നെ തിരുക്കണിത വെറി പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കണം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹത്തിനകത്തും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നമ്മുടെ ഇടയിലാണ്. മറ്റ് സമൂഹങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മാത്രമേ അവർക്കറിയാവൂ, അത് മാത്രമേ അവർ ചെയ്യൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആരാധനകളും ആരാധന ഇടങ്ങളും ഒക്കെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം ദ്രാവിഡരെന്ന പേരിൽ നിന്ന് കൊണ്ടു നടക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെ തെളിവുകളാണ് ഇത് നമ്മളെ കുറിക്കുന്നതാണോ ഇല്ലെന്നൊക്കെ ഉള്ളത് ഞാനിത് പറയുന്ന വീഡിയോകളിൽ ദ്രാവിഡരാര് എന്ന് പറയുന്ന വീഡിയോകൾ കൃത്യമായി അതിനെ
ഫോളോ ചെയ്യുന്ന ലിങ്കുകൾ ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായും അത് അന്വേഷിച്ച് അതിനൊരു തീരുമാനം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആചാരങ്ങൾ, പൂർവികമായി നമ്മുടെ ആചാരങ്ങളെ നമ്മുടെ പേരിൽ തന്നെ, ഏത് ജനതയാണോ അത് ചെയ്യുന്നത് അവരുടെ പേരിൽ തന്നെയാണ് അതൊരു ഗോത്ര ജനതയുടെ ആചാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മറിച്ച് ഇതിനെ എന്നേക്കുമായി ഈ ജനതയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക്, അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക് സ്വന്തം സമൂഹം തന്നെ ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും മാറണം. അത് മാറി നമ്മുടേതായിട്ടുള്ള നമ്മുടെ ആചാരം, നമ്മൾ പറയുന്ന പേരുകളിൽ, നമ്മുടെ അഡ്രസ്സിലൂടെ അടയാളപ്പെടുത്തുന്ന വരും തലമുറയ്ക്കും അത് വഴികാട്ടുന്ന രീതിയിലേക്ക്, ഈ ജനത എക്കാലവും നിലനിൽക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ആചാരവും അതുപോലെ തന്നെ അവരുടെ സാംസ്കാരിക മേഖലകളെയും വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് തീർച്ചയായും ഈ വീഡിയോ കാണുന്ന എല്ലാ ഗോത്ര സമൂഹങ്ങളും ഇതിനെ അംഗീകരിക്കും എന്നും ഇതിനെ കൈക്കൊണ്ട് സ്വന്തം ജനതയുടെ വളർച്ചയ്ക്കായി ഇത്തരം പേരുകൾ മാറ്റി നിർത്തിക്കൊണ്ട്, ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ പേര് വരെ നമുക്കറിയാം, ദ്രാവിഡൻ പേര് ചേർത്ത ഒരുപാട് വേണ്ട. തീർച്ചയായിട്ടും ആ പേര് ഒഴിവാക്കണം. അതിനെക്കുറിച്ച് പൂർണ്ണമായി അന്വേഷിക്കാനുള്ള ലിങ്കുകളെല്ലാം ഇട്ടിട്ടുണ്ട്. അത് അന്വേഷിച്ച് തീർച്ചയായിട്ടും ആ പേരുകളൊക്കെ ഒഴിവാക്കി തന്നെ ശരിയായി നമ്മുടെ ഭാഷയിൽ തന്നെ, തമിഴ് ഭാഷാ സാഹിത്യത്തിൽ തന്നെ നമ്മൾ പേരുകൾ ചേർക്കണം. പേരുകൾ ചേർത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നിർത്തുന്നു. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം.